പത്തനംതിട്ടയിലേക്ക് കൂടി പോയാൽ പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ചേരുകയാണ്. ശ്രീരാജ്, 5 മണ്ഡലങ്ങളും LDFന്റെ കയ്യിലുണ്ടെങ്കിൽ കൂടി എല്ലാ മണ്ഡലത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നമുക്ക് കാണാം. രുചീഷ്, അങ്ങനെ തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിൽ ആകെ 5 മണ്ഡലങ്ങളാണ് ഉള്ളത്. അവിടെ 5 മണ്ഡലങ്ങളും LDFനൊപ്പമാണ് എന്ന് പറയുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി ജില്ലയിലെ ഇടത് ക്യാമ്പിന് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 5 മണ്ഡലങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലവും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലവും ആറന്മുള മണ്ഡലമാണ്. കാരണം വീണ ജോർജ് അവിടെ LDF സ്ഥാനാർത്ഥി, അബിൻ വർക്കി UDF സ്ഥാനാർത്ഥിയും കുമ്മനം രാജശേഖരൻ BJP സ്ഥാനാർത്ഥിയുമാണ്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഒരു തരത്തിലും ആര് വിജയിക്കും കാര്യത്തിൽ ഒരു പ്രവചനത്തിന് പോലും മുതിരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ആറന്മുളയിലെ രാഷ്ട്രീയ സാഹചര്യമുള്ളത്. വലിയ തരത്തിലുള്ള പങ്കാളിത്തം എല്ലാവരുടെയും പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും പരിപാടികളിലും ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഓർത്തഡോക്സ് സഭാംഗമാണ് വീണ ജോർജ്. അബിൻ വർക്കി കൂടി ഈ ഓർത്തഡോക്സ് സഭാംഗമായി അവിടേക്ക് UDF സ്ഥാനാർത്ഥിയെ എത്തിയതോടുകൂടി കഴിഞ്ഞ തവണ ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിച്ചതുപോലെ ഇത്തവണ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അത്തരത്തിലുള്ള വോട്ട് ഏകീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ തന്നെ കരുതുന്നത്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ വീണ ജോർജിന് LDF ക്യാമ്പിന് അവിടെയുണ്ട്. പക്ഷേ ആരോഗ്യ മേഖലയുടെ വികസനവും അല്ലെങ്കിൽ മണ്ഡലത്തിലെ വികസനവും ഉയർത്തിയാണ് വീണ ജോർജ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ അബിൻ വർക്കിയും സമാനമായ രീതിയിൽ അതേ വകുപ്പിന്റെ തന്നെ വീഴ്ചകളും അതുപോലെ തന്നെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളൊന്നും അതിന്റെ പൂർവ്വസ്ഥിതിയിൽ അതിന്റെ പൂർണ്ണാവസ്ഥയിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അബിൻ വർക്കിയും UDF ക്യാമ്പും അവിടെ ഉയർത്തിക്കാട്ടുന്നത്. കുമ്മനം രാജശേഖരനെ പോലൊരു പ്രധാനപ്പെട്ട BJP നേതാവ് അവിടേക്ക് എത്തിയതോടെ NDA ക്യാമ്പും വളരെ ആവേശത്തിൽ വലിയ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുന്നോട്ട് പോയത്. അവിടെ BJP പിടിക്കുന്ന വോട്ടുകൾ ഒരു പരിധിവരെ വിജയിയെ നിർണ്ണയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. ഒരു BJPക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കിട്ടുകയാണെങ്കിൽ അത് LDF ക്യാമ്പിന് അനുകൂലമാകുമെന്ന വിലയിരുത്തലാണ് അവർക്കുള്ളത്. എന്തായാലും ഏറ്റവും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലം ആറന്മുള തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം കോന്നിയാണ്. കോന്നിയിൽ ജനീഷ് കുമാറിനൊരു ഈസി വാക്ക് ഓവർ ഉണ്ടാകുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷ. പക്ഷേ DCC പ്രസിഡന്റായ സതീഷ് കൊച്ചുപറമ്പിലാണ് അവിടെ UDF സ്ഥാനാർത്ഥി. സുന്ദരേശനാണ് NDA സ്ഥാനാർത്ഥി. ഏതെങ്കിലും തരത്തിൽ ഒരു BJP ഇടതുമുന്നണിക്കെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളം അടക്കം ഉയർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഘട്ടത്തിൽ അവരത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം കോന്നി മണ്ഡലത്തിൽ UDF ഉന്നയിക്കുന്നുണ്ട്. BJP CPM ഡീൽ തന്നെയാണ് അവിടെ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കടക്കുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. BDJSന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ സുന്ദരേശൻ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എന്തായാലും അവിടെയും കനത്ത മത്സരം നടക്കുമെങ്കിൽ പോലും ഇടത് ക്യാമ്പ് ഉറപ്പിച്ച് പ്രതീക്ഷിക്കുന്നത് അവിടെ KU ജനീഷ് കുമാറിന് വളരെ എളുപ്പത്തിൽ ജയിച്ച് കയറാൻ സാധിക്കുമെന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം റാന്നിയാണ്. കുറച്ചുകൂടി കടുത്ത മത്സരമാണ് റാന്നിയിൽ നടക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായി ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന റാന്നി മണ്ഡലം ഇക്കുറി പഴകുളം മധുവിലൂടെ തിരികെ പിടിക്കാൻ സാധിക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ ഒരു വിലയിരുത്തലുള്ളത്. അവിടെ 2020 സ്ഥാനാർത്ഥിയാണ് NDAക്കുള്ളത്. തോമസ് K സാമുവലാണ്. നേരത്തെ തന്നെ BJP CPM ഡീൽ ആരോപിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു റാന്നി മണ്ഡലം. എന്തായാലും അവിടെ നായർ സമുദായാംഗങ്ങളുടെ വോട്ടെല്ലാം പ്രധാനപ്പെട്ട ഘടകമാകും വിജയിയെ തീരുമാനിക്കുന്നതിൽ. എന്തായാലും റാന്നി മണ്ഡലം പ്രമോദ് നാരായണൻ LDF സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് എമ്മിൻ്റെതാണ് ആ സീറ്റ്. അത് നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇടതുമുന്നണി പങ്കുവെക്കുന്നത്. മറ്റ് 2 മണ്ഡലങ്ങൾ തിരുവല്ലയും അടൂരുമാണ്. തിരുവല്ലയിൽ മാത്യു ടി തോമസ് കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ മാത്യു ടി തോമസ് ജയിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇക്കുറിയും മറ്റ് അത്ഭുതങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇടത് ക്യാമ്പിന്റെ വിലയിരുത്തൽ. പക്ഷേ അവിടെ വർഗീസ് മാമനും അനൂപ് ആന്റണിയുമാണ് UDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥി. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അനൂപ് ആന്റണി NDA വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട് എന്ന കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അവിടെ നരേന്ദ്രമോദി അടക്കം വന്ന് തിരുവല്ലയിൽ എത്തിയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ചത്. അവിടെ വലിയ പങ്കാളിത്തം തിരുവല്ലയിൽ NDAയുടെ ആ പരിപാടിയിൽ ഉണ്ടായി. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അവിടെ പ്രചരണത്തിലടക്കം അനൂപ് ആന്റണി ഒരുപടി മുന്നിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലൊരു അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് അവിടെ NDAക്കുള്ളത്. ഈഴവ വോട്ടുകൾ കൂടുതലുള്ള അപ്പർ കുട്ടനാട്
കുട്ടനാട് മേഖലയിലൊക്കെ തങ്ങൾക്കൊരു അപ്രമാദിത്വം ഉണ്ടാകുന്നുണ്ട് എന്ന് NDA ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അവിടെ വർഗീസ് മാമനും മാത്യു ടി തോമസും അവർക്ക് അടുത്ത വിശ്വാസത്തിൽ തന്നെയാണ് വലിയ തരത്തിലുള്ള വോട്ട് പിടിക്കാൻ സാധിക്കുമെന്ന് മൂന്ന് മുന്നണികളും അവിടെ കരുതുന്നുണ്ട്. മറ്റൊരു മണ്ഡലം അടൂർ മണ്ഡലമാണ്. അടൂർ മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള സാമുദായിക വോട്ടുകൾ പ്രധാനപ്പെട്ട ഒരു ഘടകമാകുന്നത്. പ്രിജി കണ്ണനാണ് LDF സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥി അവിടെ ശാന്തകുമാറാണ്. NDA സ്ഥാനാർത്ഥി പന്തളം പ്രതാപനാണ്. അവിടെ സിദ്ധനർ സമുദായാംഗങ്ങളുടെ വോട്ടൊരു വിജയിയെ നിർണ്ണയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ശ്രീരാജ് തുടരുക.